അരയ്ക്ക് മുകളിലുള്ള ഫുൾ ടോസ് ബോൾ സ്റ്റമ്പിൽ പതിച്ചാൽ അത് ഔട്ടാണോ നോ ബോൾ ആണോ? ബാറ്ററുടെ വേസ്റ്റ് ഹൈറ്റിന് മുകളിൽ വരുന്ന ബോളുകളിൽ ഫുൾ ടോസ് ബോളുകളിൽ ചിലപ്പോഴൊക്കെ ബാറ്ററുടെ സ്റ്റമ്പ് തെറിക്കുന്നത് കാണാറുണ്ട്. ലോക്കൽ മത്സരങ്ങളിൽ മിക്കപ്പോഴും സ്റ്റമ്പ് തെറിച്ചാൽ അത് ഔട്ടായി അംഗീകരിച്ച് ബാറ്റർ ഇറങ്ങിപ്പോവാറുണ്ട്. പലയിടങ്ങളിലും ഇത് വലിയ വാഗ്വാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. ക്രിക്കറ്റ് നിയമങ്ങളിൽ ആളുകൾക്കുള്ള സംശയങ്ങൾ ചോദിക്കാനായി ഒരു പോസ്റ്റ് ഇവിടെ ഇട്ടിരുന്നു. അവിടെയും ഈ സംശയം പലർക്കും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ മാസം ഞാൻ അമ്പയർ ആയിരുന്ന ഒരു ജില്ലാതല ജൂനിയർ മത്സരത്തിലും ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയും ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഇരു ടീമിനും ബൗളിംഗ് ടീമിലെ കളിക്കാർക്ക് പോലും സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനാലാണ് ഈ ടോപ്പിക് തന്നെ ആദ്യം ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ക്രിക്കറ്റ് നിയമങ്ങൾ അനുസരിച്ച് എന്താണ് ഈ അവസരങ്ങളിൽ തീരുമാനിക്കപ്പെടേണ്ടത്? നമുക്ക് നോക്കാം. മലയാളം ക്രിക്കറ്റ് അനലിസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം അരയ്ക്ക് മുകളിൽ വരുന്ന ഫുൾ ടോസ് ബോളുകൾ സംബന്ധിച്ച ക്രിക്കറ്റ് നിയമം എന്താണെന്ന് നോക്കാം. Any delivery which passes or would have passed without pitching above waist height of the striker standing upright at the popping crease is unfair. Whenever such a delivery is bowled, the umpire shall call and signal no ball. പിച്ചിൽ പതിക്കാതെ ബാറ്ററെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ബാറ്ററുടെ ബാറ്റിലോ ദേഹത്തോ ഉപകരണങ്ങളിലോ പതിക്കുന്ന പന്തുകളെ കുറിച്ചാണ് ഈ നിയമം പറയുന്നത്. അതായത് ഫുൾ ടോസ് എന്ന് നമ്മൾ പറയുന്ന ബോളുകൾ. ഇത്തരം പന്തുകൾ അരയുടെ മുകളിലൂടെയാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പോവാൻ സാധ്യതയെങ്കിൽ അത് ഒരു അൺഫെയർ ഡെലിവറി ആയാണ് കണക്കാക്കുക. അപ്പോൾ വരുന്ന ചോദ്യം ഇതാണ്: എന്താണ് ഈ അരയുടെ മുകളിൽ എന്ന് വെച്ചാൽ? അതിന് നിയമം പറയുന്നത് ഇതാണ്: എബോവ് വേസ്റ്റ് ഹൈറ്റ് ഓഫ് ദി സ്ട്രൈക്കർ സ്റ്റാൻഡിംഗ് അപ്രൈറ്റ് അറ്റ് ദ പോപ്പിംഗ് ക്രീസ്. ക്രീസിൽ നിവർന്നു നിൽക്കുമ്പോൾ അയാളുടെ അരയുടെ ലെവലിൽ ഒരു വര വരച്ചാൽ ആ പോയിന്റിന് മുകളിൽ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, എന്നാൽ അധികം പേർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒന്നാണ് അയാൾ നിവർന്നു നിന്നില്ലെങ്കിലോ ക്രീസിന് വെളിയിലാണെങ്കിലോ നോ ബോൾ ആവില്ലേ എന്നത്. ആവും. കാരണം അയാൾ എവിടെ നിൽക്കുന്നു എന്നോ എങ്ങനെ നിൽക്കുന്നു എന്നോ ഈ കാര്യത്തിൽ പ്രസക്തിയില്ല. സ്റ്റാൻഡിംഗ് അപ്രൈറ്റ് അറ്റ് ദ പോപ്പിംഗ് ക്രീസ് എന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ ബാറ്ററുടെ ഉയരമനുസരിച്ച് അയാൾ നേരിടേണ്ടി വരുന്ന ഫുൾ ടോസ് ബോളുകളുടെ നോ ബോൾ പരിധിയെ നിർണ്ണയിക്കാൻ അമ്പയർ സ്വീകരിക്കേണ്ട മാനദണ്ഡത്തെക്കുറിച്ച് മാത്രമാണ്. അല്ലാതെ അയാൾ ബോൾ നേരിടുന്ന സമയത്ത് നിവർന്നാണോ നിൽക്കുന്നത്, ക്രീസിലാണോ നിൽക്കുന്നത് എന്നൊന്നുമല്ല. ബൗളർ എറിയുന്ന ബോൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ കടന്നു പോവാൻ സാധ്യതയുള്ളത് ആ പ്രത്യേക പോയിന്റിന് മുകളിലാണെന്ന് തോന്നുന്ന നിമിഷം സ്ട്രൈക്കേഴ്സ് ആൻഡ് അമ്പയർ അത് നോ ബോൾ ആണെന്ന വിവരം ബോളേഴ്സ് ആൻഡ് അമ്പയറിനെ അറിയിക്കുകയും അപ്പോൾ തന്നെ അത് നോ ബോൾ വിളിക്കുകയും വേണം. ബോൾ ആ പോയിന്റിൽ എത്തിയ നിമിഷം മുതൽ അതൊരു നോ ബോൾ ആയിരിക്കും. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അതായത് അത് 6 ആയാലോ 4 ആയാലോ ശരീരത്ത് കൊണ്ട് നിലത്ത് വീണാലോ സ്റ്റമ്പിൽ പതിക്കാതെ പോയാലോ സ്റ്റമ്പിൽ കൊണ്ടാലോ അത് നോ ബോൾ ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ആ ബോൾ സ്റ്റമ്പിൽ പതിച്ചാലും അത് ബോൾഡ് ആയിരിക്കില്ല, മറിച്ച് ഒരു നോ ബോൾ ആയിരിക്കും. ഒരു നോ ബോളിൽ ഒരു ബാറ്റർ ഔട്ട് ആവണമെങ്കിൽ ഹിറ്റ് ദ ബോൾ ട്വൈസ്, റൺ ഔട്ട്, ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് എന്നീ 3 രീതികൾ മാത്രമേ സാധ്യമാവൂ. അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം, എബോവ് വേസ്റ്റ് ഹൈറ്റ് ഫുൾ ടോസുകളിൽ ബൗൾഡായി എന്ന കാരണം കൊണ്ട് ഔട്ടാവുക എന്നത് സാധ്യമല്ല. ഒരു ഉദാഹരണം പറയാം. അങ്ങനെ സംഭവിക്കും എന്നല്ല, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ബൗളർ നിയമവിധേയമായ ഒരു ആക്ഷനിലൂടെ ബോൾ നേരെ മുകളിലേക്ക് എറിയുന്നു എന്ന് കരുതുക. അത് സ്ട്രൈക്കേഴ്സ് എൻഡിലെ സ്റ്റമ്പിൽ നേരെ മുകളിൽ നിന്ന് ബെയിൽസിന്റെ നേരെ മുകളിൽ പതിക്കുന്നു എന്നും കരുതുക. ആ സാഹചര്യത്തിൽ സ്റ്റമ്പിൽ പതിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഔട്ട് കൊടുക്കാൻ സാധിക്കുമോ? അത് ഔട്ട് കൊടുക്കുക എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. നമ്മുടെ പ്രധാന വിഷയം സ്റ്റമ്പിൽ പതിക്കുന്നതായതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൊടുത്ത് ഇത്രയും നേരം സംസാരിച്ചത്. സ്റ്റമ്പിൽ പതിക്കുന്നത് മാത്രമല്ല, വേസ്റ്റ് ഹൈറ്റ് നോ ബോളുകൾ ക്യാച്ച് ചെയ്ത് ഔട്ടാവുന്നതും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും TV അമ്പയർ സംസാരിക്കുമ്പോഴും അത് നിയമത്തെക്കുറിച്ച് അവബോധം താരതമ്യേന കുറഞ്ഞ ചില കമന്റേറ്റേഴ്സ് വിശദീകരിക്കുമ്പോഴും ആളുകളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിലൊന്നാണ് ബോൾ ഡിപ്പായി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ. ബോളിന്റെ പാത വരച്ച് കാണിക്കുമ്പോൾ അത് സ്റ്റമ്പ് വരെ നീളുന്നതും ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട്. പന്ത് ബാറ്റുമായി കോൺടാക്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ബോൾ ഡിപ്പ് ആവുന്നുണ്ട് എന്ന അമ്പയർ പറയുന്നത് യഥാർത്ഥത്തിൽ ക്രീസിൽ നിവർന്നു നിൽക്കുന്ന അവസ്ഥയിലുള്ള ആ ഇമാജിനറി ലൈനിൽ ബോൾ എത്തുമ്പോൾ ബോൾ ഡിപ്പ് ആവും എന്നാണ്. എങ്കിലും ആ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്ന ബോളിന്റെ പാത സ്റ്റമ്പിലേക്ക് കാണുമ്പോൾ ഡിപ്പ് ചെയ്ത് സ്റ്റമ്പിലേക്ക് പതിക്കും എന്നാണ് അമ്പയർ പറഞ്ഞത് എന്ന് തെറ്റായി നിർവചിക്കപ്പെടാറുണ്ട്. അതുമാത്രമല്ല, ബാറ്റർ ക്രൗച്ച് ചെയ്തു, ചുരുങ്ങി, മുട്ടുമടക്കി എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ചെയ്തതുകൊണ്ട് ഒരു ബാറ്റർക്ക് ഒരു വിധത്തിലുള്ള അഡ്വാൻറ്റേജ് ലഭിക്കരുത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ചുരുങ്ങിയാലും മുട്ടുമടക്കിയാലും
അയാൾ ക്രീസിൽ അപ്രൈറ്റ് ആയി നിൽക്കുന്ന അവസ്ഥയിൽ അരയിലൂടെ വരയ്ക്കപ്പെട്ട ഇമാജിനറി ലൈൻ, അതാണ് ആ അവസരത്തിലും കണക്കാക്കുക. ചില അവസരങ്ങളിൽ ക്രീസിൽ നിന്നും ചാടി ഇറങ്ങുമ്പോൾ അതുകൊണ്ടാണ് നോ ബോൾ കൊടുക്കാതിരുന്നത് എന്നും ചിലർ പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ടെക്നോളജിയുടെ സഹായമില്ലാതെ നിൽക്കുന്ന അമ്പയർക്ക് നിമിഷാർദ്ധത്തിൽ ആ ഇമാജിനറി ലൈനിലേക്ക് ബോൾ ഡിപ്പ് ചെയ്യുമോ എന്ന് ബാറ്റർ ക്രീസിൽ ഇല്ലാത്ത അവസരത്തിൽ മനസ്സിലാക്കുക എന്നത് അത്യന്തം കഠിനമായതുകൊണ്ടും ആവാം. അതുകൊണ്ടാവാം അമ്പയർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കളികളിലെ ഇത്തരം സന്ദർഭങ്ങളും സംശയങ്ങളും മിന്നിമറയുന്നുണ്ടാവാം. അതിലെ ചില ഉദാഹരണങ്ങൾ ഞാൻ തന്നെ പറയാം. 2015 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ ബ്രണ്ടൻ മെക്കല്ലം ഔട്ടായത് അത്തരമൊരു ഫുൾ ടോസിലല്ലേ എന്ന് സംശയിക്കുന്നവരുണ്ടാവാം. ആ ബോൾ ഒരു നോ ബോൾ ആയിരുന്നില്ല. അത് TV അമ്പയർ ചെക്ക് ചെയ്ത് വേസ്റ്റ് ഹൈറ്റിന് താഴെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് മക്കല്ലത്തിന് ഔട്ട് കൊടുത്തത്. 2021 ഇന്ത്യ ഇംഗ്ലണ്ട് പൂനെ ഏകദിനത്തിൽ നടരാജന്റെ ഫുൾ ടോസിൽ ബെൻ സ്റ്റോക്ക് പുറത്തായതാണ് മറ്റൊന്ന്. അന്ന് TV അമ്പയർ റിപ്ലൈ ചെക്ക് ചെയ്ത് ബോൾ ഡിപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അന്ന് അത് സംബന്ധിച്ച് വന്ന ചില അവലോകനങ്ങളിൽ സ്റ്റംപിലേക്ക് ഡിപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അത് അന്ന് അമ്പയറുടെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ്. അമ്പയർ ഉദ്ദേശിച്ചത് അപ്രൈറ്റ് ആയി പോപ്പിംഗ് ക്രീസിൽ നിൽക്കുമ്പോഴുള്ള ആ ഡിസൈഡിംഗ് പോയിന്റിൽ ബോൾ എത്തുമ്പോൾ ഡിപ്പ് ചെയ്യും എന്നാണ്. ഈ അരയ്ക്ക് മുകളിൽ എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഈ വേസ്റ്റ് ഹൈറ്റ് നിർണ്ണയിക്കുക? ഒരു ബാറ്റർ തന്റെ ഷർട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ ട്രൗസറിന്റെ ഏറ്റവും മുകൾ ഭാഗം എവിടെ വരുമോ അതാണ് വേസ്റ്റ് ലൈനായി കണക്കാക്കുക. ചിലർ ട്രൗസർ വളരെ താഴെയായി ധരിക്കാറുണ്ട്, ചിലർ ഷർട്ട് ഇൻസേർട്ട് ചെയ്യാറില്ല. അത്തരം അവസരങ്ങളിലും ഇങ്ങനെ ഒരു ഏകദേശ കണക്ക് തന്നെ വേണം അമ്പയർ കണക്കാക്കാൻ. ജൂനിയർ ക്രിക്കറ്റിൽ ഉദാഹരണത്തിന് അണ്ടർ 13 മത്സരങ്ങളിൽ 9 വയസ്സുള്ള കൊച്ചുകുട്ടികൾ പോലും കളിക്കുന്നുണ്ടാവും. അതിൽ ചില കുട്ടികൾക്ക് സ്റ്റംപ് കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു അര സ്റ്റമ്പൊക്കെ ആവും പൊക്കം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 7 അടി വരെയുള്ള ബാറ്റർമാരും ഉണ്ടായിട്ടുണ്ട്. ഇവർ എല്ലാവരും ഒരു നിയമം അനുസരിച്ചാണ് കളിക്കേണ്ടത്. ഈ 2 തരം ബാറ്റർമാർക്കും വേസ്റ്റ് ഹൈറ്റ് ഓഫ് ദ സ്ട്രൈക്കർ സ്റ്റാൻഡിംഗ് അപ്രൈറ്റ് അറ്റ് ദ പോപ്പിംഗ് ക്രീസ് എന്ന നിയമത്തിലെ ആ പൊക്കമാണ് ബാധകം. ബോൾ ട്രാക്കിങ്ങിലൂടെ നോ ബോൾ നിർണ്ണയം ആരംഭിച്ചതോടെ സാങ്കേതിക വിദ്യ ഈ ഹൈറ്റ് നിർണ്ണയിക്കാനും ഉപയോഗിക്കാനാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ബോർഡിയുടെ ശ്രമങ്ങൾ. MCC ഗാർഡിയൻ ഓഫ് ദ ലോസ് ഫ്രൈസ് സ്റ്റുവർട്ട് അടുത്തിടെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു കളിക്കാരൻ ആദ്യ കളി കളിക്കുന്നതിന് മുൻപ് തന്നെ അയാളുടെ പൊക്കം ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ശേഖരിക്കപ്പെടാറുള്ളത് കൊണ്ട് നോ ബോൾ ചെക്ക് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യുന്ന അവസരത്തിൽ ഈ ശേഖരിച്ച വിവരങ്ങൾ ഈ പ്രോസസ്സ് കൂടുതൽ മികവുറ്റതും വേഗത്തിലുമാക്കാൻ സഹായകമാകും. അതുകൊണ്ട് തന്നെ ബോൾ ട്രാക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതേ നിമിഷത്തിൽ തന്നെ ബോൾ ആ പ്രത്യേക ഹൈറ്റിന് അപ്പുറമാണോ എന്ന് കൃത്യമായി അറിയാനും തീരുമാനമെടുക്കാനും എല്ലാം സാധിക്കും. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നമ്മുടെ കൂട്ടുകാരുടെ കൂടെയുള്ള ലോക്കൽ കളികളിൽ സ്റ്റംപ് തെറിച്ചു എന്ന കാരണത്താൽ ഒരിക്കലും ഇനി ഇറങ്ങിപ്പോകരുത്. അമ്പയർമാർ ഉള്ള മത്സരമാണെങ്കിൽ പേടിക്കേണ്ട, ഹൈറ്റ് പ്രശ്നമാണെങ്കിൽ അദ്ദേഹം നോ ബോൾ വിളിച്ചോളൂ. മറ്റൊരു അനാലിസിസുമായി വീണ്ടും കാണാം. കൂടുതൽ നിയമങ്ങളും കണക്കുകളും എല്ലാം അറിയാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.